ജസ്നയുടെ തിരോധാന കേസിൽ CBI അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാകണമെന്ന് കോടതി. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. അതേസമയം വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രക്തം പുരണ്ട വസ്ത്രം പരിശോധിച്ചില്ലെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നു. രശ്മി, ജസ്ന തിരോധാന കേസിൽ കോടതിയിൽ നിന്ന് എന്താണ് സംഭവിച്ചത്? തിരോധാന കേസിൽ CBI അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാകണം എന്ന് കോടതി നിർദ്ദേശിച്ചു. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം വന്നത്. ഒപ്പം തന്നെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രക്തം പുരണ്ട വസ്ത്രം പരിശോധിച്ചില്ല എന്നും ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചിരുന്നു. ജസ്ന തിരോധാന കേസിൽ CBI അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥർ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യമുണ്ടായി. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിന്മേലാണ് കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രക്തം പുരണ്ട വസ്ത്രം പരിശോധിച്ചില്ല എന്നും കോടതിയെ ഹർജിക്കാരൻ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശം വന്ന് വിവരങ്ങൾ നൽകാൻ രശ്മി കാർത്തിയുണ്ട്. രശ്മി, വിവരങ്ങൾ. ജസ്നയുടെ തിരോധാന കേസിൽ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. CJM കോടതിയാണ് ഈ കേസ് ഇന്ന് പരിഗണിച്ചത്. ജസ്നയുടെ പിതാവാണ് കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. വീട്ടിൽ നിന്ന് ഒരു വസ്ത്രം കണ്ടെടുത്തിരുന്നു, അതിൽ രക്തക്കറ ഉണ്ടായിരുന്നു. ഇത് CBI പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹർജിയിൽ ജസ്നയുടെ പിതാവ് പറയുന്നത്. ഈ CBI നേരത്തെ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് അത് തള്ളി തുടരന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജസ്നയുടെ പിതാവ് അത്തരത്തിൽ തുടരന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജസ്നയുടെ പിതാവ് കോടതിയെ സമീപിച്ചത്. അതിൽ നേരത്തെ CBI കൂടുതൽ സമയം ഉൾപ്പെടെ ആവശ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണം എന്നുള്ളതാണ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.